പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 നവംബർ 24 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ്. ഏതൊരു എക്സാമിനും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ ദിവസവും നമ്മൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കറണ്ട് അഫേഴ്സ് 2020 നവംബർ 23 സെക്ഷൻ 118A മാധ്യമങ്ങളിലൂടെ ഏതൊരു വ്യക്തിയെയും അപകീർത്തിപ്പെടുത്തിയാൽ ശിക്ഷ ലഭിക്കുന്ന സെക്ഷൻ 118A കേരള ഗവൺമെൻറ് ഈയിടെ ഓർഡിനൻസ് പാസ്സാക്കിയിരുന്നു. കേരള ഗവൺമെൻറ് തൽക്കാലത്തേക്ക് ഈ നിയമം നിർത്തിവെച്ചു. One of the longest migrating small birds, the willow warbler, for the first time sighted in which place in India? ഏറ്റവും കൂടുതൽ കാലം കുടിയേറുന്ന ചെറിയ പക്ഷികളിലൊന്നായ വില്ലോ വാബ്ലർ ആദ്യമായി ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് കണ്ടത്? കേരളത്തിലെ വെള്ളയാണി, പുഞ്ചക്കാരി വയലുകളിലാണ് വില്ലോബേ വാബ്ലർ എന്ന ഈ ചെറിയ പക്ഷിയെ ആദ്യമായിട്ട് ഇന്ത്യയിൽ കണ്ടത്. ഈ പക്ഷിയുടെ ഏതാണ്ട് വെയിറ്റ് 10 ഗ്രാംസ് വരികയുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ കാലം കുടിയേറി പാർക്കുന്ന ഒരു പക്ഷിയാണ്. വിച്ച് സീനിയർ കോൺഗ്രസ് ലീഡർ ആൻഡ് 3-time former Chief Minister of Assam died on 23 November 2020 due to COVID-19 complications? മുതിർന്ന കോൺഗ്രസ് നേതാവും 3 തവണ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഏത് നേതാവാണ് COVID-19 സങ്കീർണതകൾ കാരണം 2020 നവംബർ 23 മരിച്ചത്? തരുൺ ഗൊഗോയ്. 84 വയസ്സുള്ള തരുൺ ഗൊഗോയ് ആണ് 2020 നവംബർ 23 മരണപ്പെട്ടത്. ജോറാട്ട് ഡിസ്ട്രിക്റ്റിൽ ആണ് അദ്ദേഹത്തിൻ്റെ ജനനം. 3 പ്രാവശ്യം 2001 മുതൽ 2016 വരെ ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. 6 പ്രാവശ്യം മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആയിരുന്നു. What is the name of the severe cyclonic storm which is expecting to cross the Tamil Nadu and Puducherry coast between Karaikal and Mamallapuram by 25 November 2020? 2020 നവംബർ 25 കാരൈക്കലിനും മാമല്ലാപുരത്തിനും ഇടയിലുള്ള പുതുശ്ശേരി തീരങ്ങൾ കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കടുത്ത ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റിൻ്റെ പേരെന്താണ്? നിവാർ എന്ന ഈ കടുത്ത ചുഴലിക്കാറ്റിൻ്റെ പേരിട്ടത് ഇറാൻ ആണ്. 27ാമത്തെ UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻസ് ആണ് അറേബ്യൻ സീയുടെയും ബംഗാൾ ഉൾക്കടലിലും വരുന്ന സൈക്ലോൺസിനെ പേര് നൽകാനുള്ള ഒരു എഗ്രിമെൻ്റ് പാസ്സാക്കിയത്. ഇതിനുശേഷം ബംഗ്ലാദേശ്, ഇന്ത്യ, മാൽദീവ്സ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലാൻഡ്, ഇറാൻ, ഖത്താർ, സൗദി അറേബ്യ, UAE, യമൻ എന്നീ രാജ്യങ്ങൾ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നു. What is the name of the mobile application launched by AP government to help women and children traveling in taxis and auto rickshaws to raise an alarm in case of an emergency? ടാക്സികളിലും ഓട്ടോറിക്ഷകളിലും യാത്ര ചെയ്യുന്ന സ്ത്രീകളെയും കുട്ടികളെയും എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ അലാറം ഉയർത്താൻ സഹായിക്കുന്നതിന് AP സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്? അഭയം. 2020 നവംബർ 23 ചീഫ് മിനിസ്റ്റർ YS ജഗൻമോഹൻ റെഡ്ഡി ഈ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം ചെയ്തു. അഭയം പ്രകാരം സ്ത്രീകൾ, കുട്ടികൾക്ക് ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ബട്ടൺ അമർത്തിക്കൊണ്ട് പോലീസിനെ അലർട്ട് ചെയ്യാനുള്ള ഒരു ആപ്പാണ് അഭയം ആപ്പ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ചൈനാസ് റോബോട്ടിക് എ മിഷൻ ടു ട്രൈ ടു റിട്രീവ് റോക്ക് സാമ്പിൾസ് ഫ്രം ദി മൂൺ ലോഞ്ച്ഡ് ഫ്രം വെങ്ചാങ് സ്പേസ് ലോഞ്ച് സെൻറ്റർ ഓൺ 23 നവംബർ 2020? 2020 നവംബർ 23 വെങ്ചാങ് ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച ചന്ദ്രനിൽ നിന്ന് പാറ സാമ്പിളുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ റോബോട്ടിക്കിൻ്റെ പേര്?
ചേഞ്ച് 5. 40 വർഷം മുമ്പ് സോവിയറ്റും അമേരിക്കയുമാണ് ചന്ദ്രനിൽ നിന്ന് പാറകൾ ശേഖരിച്ചത്. ഇത് മൂന്നാമത്തെ രാജ്യമായിരിക്കും ചൈന. ഹൂ വൺ ദി പെലിക്കൻ വിമൻസ് ചാമ്പ്യൻഷിപ്പ് ഗോൾഫ് 2020 ഓൺ 22 നവംബർ 2020? 2020 നവംബർ 22 പെലിക്കൻ വനിതാ ചാമ്പ്യൻഷിപ്പ് 2020 നേടിയതാര്? സി യങ് കിം. സി യങ് കിം ആണ് പെലിക്കൻസ് വുമൻ ചാമ്പ്യൻഷിപ്പ് 2020 നേടിയത്. ഹൂ ബിക്കെയിം ദി യങ്ങസ്റ്റ് എവർ പ്ലെയർ ഇൻ ദി ജർമ്മൻ ഫുട്ബോൾ ലീഗ് ബുണ്ടസ്ലിഗ ഹിസ്റ്ററി അറ്റ് ഒളിമ്പിയ സ്റ്റേഡിയം ബെർലിൻ ഓൺ 21 നവംബർ 2020? 2020 നവംബർ 21 ബെർലിൻ നടന്ന ജർമ്മൻ ഫുട്ബോൾ ലീഗ് ബുണ്ടസ്ലിഗ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ്? യുസോഫ മോക്കോക്കോ. കാമറൂൺ ജനിച്ച മുക്കോക്കോ ഇപ്പോൾ ജർമ്മനിക്ക് വേണ്ടി കളിക്കുന്നു. 16 വയസ്സുള്ള മുക്കോക്കോയാണ് ബുണ്ടസ്ലിഗ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഓരോ എക്സാമും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.